ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരകവീശ്വരോ. കിഷ്കിന്ധാകാന്ഡം, സർഗം 20. എല്ലാവർക്കും നമസ്കാരം. താര ചെന്ന് ബാലിയുടെ അടുത്ത് ചെന്ന് വിലപിക്കുകയാണ്. ശ്രീരാമചന്ദ്രന്റെ ഘാതകമായ അമ്പേറ്റ് മണ്ണിൽ വീണ് കിടക്കുന്ന ഭർത്താവിനെ ചെന്ന് പുണർന്നുകൊണ്ട് താര വിലപിക്കുന്നു. യുദ്ധങ്ങളിൽ ഘോരപരാക്രമം കാണിക്കുന്നവനെ, വീരരിൽ വീരനെ, പ്ലവങ്കന്മാരിൽ ശ്രേഷ്ഠനെ, ചാട്ടക്കാരിൽ ഏറ്റവും ശ്രേഷ്ഠനെ, ഞാൻ മുന്നിലെത്തിയിട്ടും എന്താണ് അങ്ങൊന്നും പറയാത്തത്? എഴുന്നേറ്റ് നല്ല പര്യങ്കത്തിൽ ചെന്ന് കിടക്കൂ. ഈ പൊടിയിൽ ഇങ്ങനെ കിടക്കണം. വലിയ രാജാക്കന്മാരുമൊന്നും ഇങ്ങനെ നിലത്ത് കിടക്കില്ലല്ലോ. അങ്ങക്ക് എന്നും പ്രിയം ഈ ഭൂമിയാണല്ലോ. എന്നേക്കാളും പ്രിയം ഭൂമിയാണല്ലോ. അതല്ലേ അങ്ങ് എന്നെ വിട്ടിട്ട് ഭൂമിയെ തഴുകി ഇങ്ങനെ കിടക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങ് സ്വർഗമാർഗത്തിൽ കിഷ്കിന്ധ പോലൊരു നഗരി തയ്യാറാക്കിയിട്ടാണ് എന്നെ കൂടാതെ അങ്ങോട്ട് പോയിരിക്കുന്നത്. അങ്ങയുടെ കൂടെ ഇടയ്ക്കൊക്കെ ഈ നറുമണമാർന്ന കാനനഛായകളിൽ ചെയ്തിരുന്ന നമ്മുടെ സഞ്ചാരത്തിന് അങ്ങ് വിരാമം കുറിച്ചല്ലോ. മഹായൂഥപതികളിലും പതിയായ അങ്ങ് പോയതിനാൽ ഞാൻ നിരാനന്ദയും നിരാശയുമായി ശോകാർണവത്തിൽ പൂണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം കഠോരം തന്നെ. അങ്ങീവണ്ണം നിലം പൊത്തി കണ്ടിട്ടും എന്തേ ആ ഹൃദയം 1000 വട്ടം പിടയ്ക്കാത്തത്? സുഗ്രീവനോട് അങ്ങ് ചെയ്തതിൻ്റെ ഫലമല്ലേ ഇങ്ങനെയൊക്കെ വന്നുകൂടിയത്? അങ്ങയുടെ ഹിതം കാക്ഷിക്കുന്ന ഇവളോട് എന്തേ ഒരു നല്ല വാക്ക് അങ്ങ് പറയാതിരുന്നത്? ശരി, ഇനി അങ്ങയ്ക്ക് സ്വർഗത്തിലെത്തി അവിടെ ചതുരകളായ അപ്സരസുകളെ മയക്കാമല്ലോ. കാലമാണ് ഇതൊക്കെ ചെയ്തത്. അതല്ലേ അങ്ങേ സുഗ്രീവന്റെ അടുക്കിലേക്ക് അയച്ചത്? അത് ആ കാലം തന്നെയാണ്. ഞാൻ എത്ര തവണ തടുത്തു, എങ്കിലും സുഗ്രീവന്റെ അടുക്ക് അങ്ങ് പാഞ്ഞു ചെന്നില്ലേ. അത് കാലമാണ്. ശ്രീരാമചന്ദ്രൻ കേക്കെ താര പറയാണ്, അയോധ്യ രാജകുമാരനായ കാകുൽസ്ഥൻ ഈ തെറ്റ് ചെയ്തിട്ടും എന്തേ പരിതപിക്കാത്തത്? ഒരു ഭാവഭേദവുമില്ലാതെ അദ്ദേഹം നിൽക്കുന്നത് കണ്ടില്ലേ. വീണ്ടും ബാലിയോടായിട്ട് പറയണു, മരിച്ചു കിടക്കുന്ന ബാലിയോടായിട്ട് പറഞ്ഞു, ഇനി എനിക്ക് അനാഥയെ പോലെയുള്ള വൈധവ്യ ജീവിതമാണ് ഉള്ളത്. സുകുമാരനായ അങ്കദൻ ക്രോധം മൂലം ഭ്രാന്തനായ അവന്റെ ഇളയച്ഛനോട് എങ്ങനെ പെരുമാറും? ഉണ്ണി അങ്കദ, ഇത് അച്ഛനെ നല്ല പോലെ കണ്ടോളൂ. ഇനി ഈ കാഴ്ച ഉണ്ടാവില്ല. അങ്ങ് എന്താണ് അങ്കദന്റെ മൂർധാവിൽ കൈവയ്ക്കാത്തത്? പല യാത്രകളും പോകുമ്പോൾ അവനെ പുണർന്ന് അവന്റെ മൂർധാവിൽ കൈവച്ചല്ലേ പോവാറ്. ഇങ്ങനെ വലിയൊരു യാത്ര പോകുമ്പോൾ അങ്ങ് എന്താ അത് ചെയ്യാത്തത്? ശ്രീരാമചന്ദ്രനോ സുഗ്രീവനോടുള്ള കടം വീട്ടി കടമെല്ലാം മാറി സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ കൂടെ വന്ന ഈ രാജസ്ത്രീകളെ അല്ലേ വീര അങ്ങ് കാണുന്നില്ലേ? അവരോടെങ്കിലും എന്തേലും പറയൂ. എന്നോട് പലപ്പോഴും പരിഭവമാണല്ലോ പതിവ്. അവരോടെങ്കിലും എന്തെങ്കിലും പറയൂ. ഇത്രയൊക്കെ കേട്ടപ്പോഴേക്കും ആ വാനര സ്ത്രീകളും ഗംഭീരമായിട്ട് കരയാൻ തുടങ്ങി. തസ്യ വിലപിതം ശ്രുത്വാ വാനര്യ സർവതശ്ചതാം. ചുറ്റും കൂടിയ ആ വാനരികൾ പരിഗിഹ്യ അങ്കദം ദീന, അങ്കദനെ കെട്ടിപ്പിടിച്ച് ദുഃഖാർത്ത പരിചുക്രശവും നല്ലോണം കരഞ്ഞു. ഇങ്ങനെ താര വിലപിച്ച് അവസാനം പറയുകയാണ്, യദ്യപ്രിയം കിഞ്ചിത് അസമ്പ്രദായ, ഞാൻ എന്തെങ്കിലും അങ്ങേക്ക് അപ്രിയം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണേ. കൃതം മയാ സ്യാൽ തവ ദീർഘബാഹു, അല്ലയോ ദീർഘബാഹുവായ മഹാരാജാവെ, അങ്ങക്ക് എന്തെങ്കിലും അപ്രിയം ചെയ്തുവെങ്കിൽ ക്ഷമസ്വമേ, അതെല്ലാം ക്ഷമിക്കണം. തത് ഹരിവംശനാഥ, വാനരന്മാരുടെ കുലയൂഥവനാണങ്ങ്. പ്രജാമി മൂർധന തവ വീരപാദോ, അങ്ങയുടെ കാൽക്കൽ ഞാൻ തല വയ്ക്കുന്നു എന്നുവന്ന് ഭ്രമിച്ചുകൊണ്ട് താര വിലാപം നിർത്തുകയാണ്. ശ്രീരാമചന്ദ്രായ നമോ നമ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം.